എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ കഫേയിൽ വിളിച്ച് പാണ്ടയിൽ പോയിട്ട് പാല് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പാണ്ടയിൽ പോവുക. പാണ്ട ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് പാണ്ട ഹൈപ്പർ മാർക്കറ്റ്. അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ. അപ്പോൾ അവിടുന്ന് പാണ്ടയിലേക്ക് അങ്ങനെ പോവുക. പാണ്ടയിലെത്തി പാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു പെണ്ണ് മുന്നിലോട്ട് പോകുന്നതുകൊണ്ട് മെല്ലെ പോകാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ സ്റ്റാൻഡില്ല, അതുകൊണ്ട് മൊബൈൽ ഒരു കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടേനോ അത് പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ പാണ്ടയിൽ എത്തി. ഇനി പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകണം. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഇന്നെന്തെല്ലാം ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഇതിന് ഓഫർ ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നാട്ടിൽ പോകുന്ന ടൈമിൽ ഓഫർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ നിൽക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അന്നേരം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴേ പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നേരം സാൻഡ്വിച്ച്, മറ്റേ നമ്മളെ ക്രീമിൻ്റെ ഒരു കേക്കാണ്. സാൻഡ്വിച്ച് പോലത്തെ നമ്മൾ രാവിലെയെല്ലാം അധികം കഴിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം ഫുഡൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങി കഴിക്കാം. അപ്പോൾ ഇത് പക്കാലയിൽ ഒരു പീസിന് 1.50 റിയാൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 പീസ് ഉണ്ട്. 5 പീസിന് 5.95. അതിൽ 6 റിയാൽ, പിന്നെ 1 റിയാൽ ഡിസ്കൗണ്ടുള്ളൂ. വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ഞാനത് കഫീലിൻ്റെ കാർഡിൽ ഞാനൊന്ന് വാങ്ങിയതാണ്. കാരണം കഫീലിൻ്റെ കാർഡിൽ വാങ്ങിയാൽ കഫീലൊന്നും പറയൂല. ഒക്കെ പറഞ്ഞാൽ മതി. ഇങ്ങനെ വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സാധനങ്ങളൊന്നും വാങ്ങിയാൽ, ഭക്ഷണ സാധനമൊന്നും വാങ്ങിയാൽ ഒന്നും പറയൂല. അങ്ങനെ ഞാൻ അവിടെയെല്ലാം ഒന്ന് നോക്കി, മൊത്തത്തിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കി. നമുക്ക് പറ്റിയ ഓഫർ പിന്നെ ഉള്ളത് മട്ടനാണ്. മട്ടനും ബീഫുമാണ്. ബീഫെല്ലാം റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കൂടുതലാണ്. എഗ്ഗ് ഉണ്ട്. മുട്ടക്ക് 13 റിയാൽ ഒരു ട്രേ മുട്ടക്ക്. മുട്ട 30 പീസിൻ്റെ ഒരു ട്രേ മുട്ടക്ക് 13 റിയാൽ. അപ്പോൾ പാല് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ പാലിന് സാധാരണ വാങ്ങുന്ന 67 റിയാലിനാണ്. അപ്പോൾ ഇന്ന് ഓഫറുണ്ട്. ഓഫർ എന്ന് വെച്ചാൽ 49.95. നല്ലൊരു ഓഫറാണ്. അപ്പോൾ അങ്ങനെ അത് വാങ്ങി. പിന്നെ ഞാനൊരു സാൻഡ്വിച്ചും വാങ്ങി. അങ്ങനെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഓഫർ നോക്കിയിട്ട് ഒന്ന് ചുറ്റി നോക്കി. കാരണം നിഡോ ടാങ്കെല്ലാം നാട്ടിൽ കൊണ്ടുപോകുമ്പം വേണ്ടേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആങ്കറിൻ്റെ പൊടി പൗഡറിനെന്ന് പറഞ്ഞാൽ 93 റിയാലാണ്. അത് ചില ടൈമിൽ ഓഫർ ഉണ്ടാവും. 65-70 റിയാലിനുള്ള ഓഫർ ഉണ്ടാകലുണ്ട്. 2.5 കിലോൻ്റെ ആങ്കർ അല്ലെങ്കിൽ നിഡോന് ഇപ്പം 103 റിയാലാണ്. അത് ഓഫറുള്ള ടൈമിൽ വാങ്ങണം. അത് ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒന്നും ചിലപ്പോൾ ഓഫറും ഉണ്ടാവില്ല. ഓഫറുള്ളവരും വാങ്ങി വെക്കാനും പറ്റില്ല. കാരണം നാട്ടിൽ പോകുന്ന അടുപ്പിച്ചിട്ടുള്ള ഇതെല്ലാം വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഡേറ്റ് കഴിയുന്നതുകൊണ്ട് വാങ്ങാനും പറ്റില്ല. അങ്ങനെയെല്ലാം നോക്കി. ചോക്ലേറ്റെല്ലാം ഉണ്ടായിരുന്നു. ചോക്ലേറ്റൊന്നും പക്ഷേ ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. ഇവിടെയെല്ലാം റേറ്റ് കൂടുതലാണ്. ചോക്ലേറ്റിനെല്ലാം അതിൻ്റേതായ ഷോപ്പുകളിൽ തന്നെ പോകണം. ചോക്ലേറ്റിൻ്റെ അവിടെ ആകുമ്പോൾ ഓഫർ ഉണ്ടാവും. പിന്നെ ബിന്ദാവൂതിലധികം ഓഫർ ഉണ്ടാകലുണ്ട് ചോക്ലേറ്റിൻ്റെ എല്ലാം. അല്ലെങ്കിൽ ആലം തൗഫീക്കിൽ പോകണം. പിന്നെ അല്ലെങ്കിൽ ലുലുവിൽ പോകണം. ലുലുവിൽ പിന്നെ ഞങ്ങൾ അടുത്തല്ലാതുകൊണ്ട് കുറച്ചങ്ങ് 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ പോകണം. അതുകൊണ്ട് ലുലുവിൽ അങ്ങനെ പോക്കില്ല. പെട്ടെന്നുള്ള സാധനമെല്ലാം പാണ്ടയിൽ വന്നിട്ടാണ് വാങ്ങുക. പാണ്ട 2 ഉണ്ട് അടുപ്പിച്ചിട്ട് തന്നെ. പക്ഷേങ്കിൽ ഇതാണ് ഏറ്റവും അടുത്ത്. അത് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ അത് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഒരുവിധ സാധനമെല്ലാം ഞാൻ വാങ്ങുക. അപ്പോൾ കഫീൽ സാധനത്തിൻ്റെ ലിസ്റ്റ് വാട്സപ്പിൽ അയച്ചു തരും.
അപ്പോൾ ആ ടൈമിൽ ഇവിടെ വന്നിട്ട് എന്തെല്ലാമെന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുകൊടുക്കും. എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങേണ്ട ടൈമിൽ മാത്രമേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. അപ്പോൾ അത് ഞാൻ വേണം. കഫീൽ വീട്ടിലില്ലെങ്കിൽ ഒരുവിധം സാധനങ്ങളെല്ലാം കഫീൽ തന്നെ വാങ്ങൽ. പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അധികം ചൊറിയൊന്നുമില്ല, കാരണം മദ്രസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ കഫീലന്മാർ വേറെ പണി അങ്ങനെ. ഇപ്പോൾ എൻ്റെ മാഡത്തിന് ലീവാണ്, എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരാഴ്ച ലീവ്. ഇപ്പോൾ എനിക്ക് പണിയൊന്നും അങ്ങനെ ഇല്ല. ഓട്ടം കുറഞ്ഞുകൊണ്ട് ചില ദിവസങ്ങളിൽ എനിക്ക് ഓഫീസിൽ എന്തെങ്കിലും വർക്ക് വന്നാൽ എന്നെ വിളിക്കും. ഓഫീസിലെ സ്റ്റാഫിനെയും കൊണ്ട് അവരെ വർക്ക് സൈറ്റിൽ പോകാൻ എന്നെ വിളിക്കും. അല്ലാതെ വലിയ വർക്ക് ഇപ്പോൾ ഇല്ല. എനിക്ക് വർക്ക് ഉണ്ടാകുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ മക്കത്തേക്കുള്ള ഓട്ടമാണ്. മാഡത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവിടുന്ന് റിട്ടേൺ എത്ര മണിക്കാണോ, ഇവിടുന്ന് രാവിലെ ഒരു 7 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചില ടൈമിൽ 2 മണിക്ക് റിട്ടേൺ ആയിരിക്കും, ചില ടൈം 4 മണിക്കായിരിക്കും. അവളെ മാഡത്തിൻ്റെ വർക്കിംഗ് ടൈം എപ്പോഴാണ് കഴിയുന്നത് ആ ടൈമിൽ ഞാൻ ജിദ്ദയിലേക്ക് വരും. കാരണം മാഡത്തിൻ്റെ വീടുണ്ട് അവിടെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പിന്നെ പോയി ഏറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പണിയെല്ലാം കുഴപ്പമില്ല. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും പണി അധികം റിസ്ക് ഒന്നുമില്ല. കുറേ ആളുകൾക്ക് മദ്രസയെല്ലാം ഉണ്ടാവും. മദ്രസയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് പണി കൂടുതലാണ്. മദ്രസയിലെ കുട്ടികളെ 2-3 കുട്ടികളെ പല ടൈമിൽ മദ്രസയിൽ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. എനിക്കതൊന്നുമില്ല. അങ്ങനെ ഇവിടുന്ന് പാണ്ടേന്ന് പർച്ചേസ് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പാല് വാങ്ങാൻ വന്നതാണ്. അപ്പോൾ പാല് വാങ്ങി വണ്ടിയിലെടുത്ത് വെച്ച് അങ്ങനെ ഞാൻ റൂമിലേക്ക് പോന്ന. അപ്പോൾ ഇത് അവിടെ കഫീലിൻ്റെ വീട്ടിൻ്റെ ഡോറിൻ്റെ അടുത്ത് അവിടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് എടുത്ത് കൊണ്ടുപോയിക്കോളും. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ സൗദിയിൽ ഹൗസ് ഡ്രൈവറെ വിസ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കലുണ്ട്. കാരണം ഹൗസ് ഡ്രൈവറെ വിസ എന്ന് പറഞ്ഞാൽ പുതിയ വിസ അങ്ങനെ കിട്ടുന്നില്ല. ഓൾറെഡി ഇവിടെ പിന്നെ വന്ന് കഫാലത്താണ് കൂടുതൽ ആളുകൾക്കും. കഫാലത്ത് മാറാനാണ്. കഫീലന്മാർ കഫാലത്തുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് നമ്മൾ സൗദി ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്നൊരു വിസ നോക്കാൻ പെട്ടെന്ന് പറ്റുന്നത്. കാരണം ഞാൻ തന്നെ എൻ്റെ അനിയനിക്ക് വേണ്ടി ഒരുപാട് നാളായി വിസ നോക്കുന്നത്. ഇവിടെ ശരിയാകുന്നില്ല. കാരണം എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നല്ല വിസ കിട്ടണം. നല്ല വീട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടായിരിക്കും. കാരണം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നാളെ ഞാൻ തന്നെ അതിൻ്റെ അവൻ്റെ വായിലിരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ സുഹൃത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്ക് ഇതുവരെ ഞാനൊരു മോശവും ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 വർഷമായി ആകാറായി. അപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ കുഴപ്പമില്ലാണ്ട് പോയിന്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 3 മാസത്തേക്ക് നാട്ടിൽ പോകണമെന്നുണ്ട്. പക്ഷേ നാട്ടിൽ പോയി